ഇന്ന് നമ്മൾ നല്ലൊരു ബീഫ് ബോളാണ് കേട്ടോ ഉണ്ടാക്കുക. കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്, സവോളയും പച്ചമുളകും ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിൽ കുറച്ച് അരപ്പ് തേക്കണം. മഞ്ഞളും മുളകും മല്ലിയും അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കണം. സവോള ഇഞ്ചി ഉള്ളി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതാ നമ്മുടെ ബീഫിനകത്തേക്ക് നമുക്ക് പൊടി ആരും ചെയ്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് നമുക്ക് നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മുടെ ബീഫ് ഇവിടെ മുളകൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനൊന്ന് വറുത്തെടുക്കണം. ഇതാ നമ്മുടെ ചട്ടിയുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബീഫ് വറുത്തെടുക്കാനുള്ള എണ്ണയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനുള്ളിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് വറക്കാനുള്ള ബീഫ് ഇവിടെ കിടന്ന് നന്നായിട്ട് എണ്ണയിൽ ഇനി ഒന്ന് വറുത്ത് കോരിയെടുക്കണം. നമ്മുടെ ബീഫ് അവിടെ ആവുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ സവോളയും ഇഞ്ചിയും മുളകും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. ഇത് അരിഞ്ഞ് വെച്ച് സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോള നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇഞ്ചിയും പച്ചമുളകും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി വൃത്തിയാക്കി നല്ല പാകത്തിൽ എടുക്കണം. ഇതാ നമ്മുടെ ബീഫ് ഇവിടെ വറുത്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതാ നന്നായിട്ട് ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ സവോളയൊക്കെ കറക്റ്റായിട്ട് ഇവിടെ വഴന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ചതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ ബീഫ് നോക്കി വറുത്ത് വെച്ച ബീഫ് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് ഇതാ നല്ല പരുവത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നമ്മൾ സവോളയൊക്കെ വഴറ്റി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ചതിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇതാ നമ്മളിനി ചട്ടിയിലിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ ബോളാക്കി എടുക്കണം. ഇതാ നമ്മുടെ ബീഫും ഉരുളക്കിഴങ്ങും എല്ലാം കുഴച്ച് നല്ല 2 ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ബോളുകളാക്കണം. ഇതാ നമ്മുടെ ബീഫ് റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് എണ്ണയിലിട്ട് മൊരിച്ചെടുക്കണം. ഒരു മുട്ട അടിച്ചിട്ട് മുട്ടയുടെ വെള്ളയും അതിനെ മുക്കിയിട്ട് വേണം നമുക്ക് ഇനി ഇതിനെ എണ്ണയിലിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാൻ. ഇതാ നമ്മുടെ മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതാ നമ്മുടെ ബീഫ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഈ റവയിലൊന്ന് മുക്കി ഈ മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചട്ടിയിലിട്ട് വറുത്ത് കോരിയെടുക്കണം. ഇതാ നമ്മൾ ഓരോ ബൗളും എടുത്തിട്ട് ആദ്യം ഈ റവയിലൊന്ന് മുക്കും. എന്നിട്ട് ഒന്ന് ഈ മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി എന്ത് ചെയ്യണം, ഈ മുക്കി ഉരുട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതാ നമ്മുടെ ബീഫ് ബോൾ നോക്കിയേ ചട്ടിയിൽ കിടന്ന് നന്നായിട്ട് റെഡി ആവുന്നുണ്ട്. നമുക്കിനി അത് ഒരു വശം റെഡി ആയി കഴിയുമ്പോൾ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കണം അതിന്. ഇതാ നമ്മുടെ ബീഫ് റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി നമ്മളിനി കോരി എടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ ബീഫ് ബോൾ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതും നല്ല തക്കാളി ചട്നിയും കൂടെ കൂട്ടി കഴിക്കാൻ, ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ ഒപ്പമൊക്കെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടാണെങ്കിലും നല്ലതാണ് കേട്ടോ. അവർ ചോറ് ഒട്ടും കളയാതെ കഴിച്ചിട്ട് വരും. നല്ല ബീഫ് ബോളല്ലേ കൊടുത്തു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ, നാളെ കാണാം.